കിട്ടി, 2 മെഡൽ കിട്ടി. ഫസ്റ്റ് അവള് ഫസ്റ്റ് ആയി. അപ്പൊ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ പറുപ്പല്ല പരിപ്പ് പറുപ്പ് അമ്മ കുട്ടി വന്നു അല്ലേ? രാവിലത്തെ സമയം കിട്ടിയില്ല, വീട്ടിൽ പിടിക്കുന്ന അല്ലേ? അമ്മക്കുട്ടി പിന്നെന്താ അപ്പൻകുട്ടിയാ? എന്റെ തക്കാളി പഴുത്തത് കണ്ടോ? അയ്യോ 15 അമ്മക്ക് ഡേറ്റ് ആനിവേഴ്സറി ഉണ്ടോ? ആ സമയത്ത് ഇല്ല, കുറച്ച് അതെന്താ പറയാനും ഇഷ്ടമില്ല. ഹലോ എല്ലാവർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാം. ഇന്ന് ഞാൻ എന്തൊക്കെ ചെയ്യും എല്ലാവർക്കും കാണിച്ച് കൊടുക്കാം. എല്ലാവർക്കും അറിയാം ഞാൻ ഫുൾ ദിവസം പണി ചെയ്യും. അപ്പോൾ എന്തായാലും എല്ലാവരും രാവിലെ എണിച്ചിട്ടേ പുണ്യസേമ എണിച്ചിട്ടുണ്ടോ? എല്ലാവരും എണിച്ചിട്ട് അപ്പോൾ പുണ്യസക്ക് സ്കൂളുണ്ട്, അമ്മക്കും ഡ്യൂട്ടി ഉണ്ട്. രാവിലൊക്കെ പണി വേഗം എല്ലാവർക്കും തിരക്കുണ്ട്. അപ്പോൾ രാവിലത്തെ പണി പുണ്യച്ച് ഗുഡ് മോർണിംഗ്, സേ ഗുഡ് മോർണിംഗ്. ഗുഡ് ഗേ ആൻറ്റിക്കും ഗുഡ് മോർണിംഗ്. ആൻറ്റി ഇതേ ഡ്രസ് അയണിങ് ചെയ്യുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. ചിന്തിരി പിന്നെ അപ്പ ഗുഡ് മോർണിംഗ്. അപ്പ എവിടെ? ഗുഡ് മോർണിംഗ്. അപ്പൊ അതേ പുനിച്ച് ഇനി സുന്ദരി കോലാക്ക് അപ്പ ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ടോ? ഗിഫ്റ്റ് ഇങ്ങ വന്നേ. അതെന്താ? ചുന്ദരിക്ക് വേണ്ടി ഒരു കുഞ്ഞു ക്യാമറ. എന്റെ അമ്മേ, ഇഷ്ടായോ? ക്യാമറ ഫോട്ടോ എടുക്കും, പേപ്പർ മോളിട്ട് ഒരു ഫോട്ടോ. അത് ആയിട്ടില്ല, അത് വലുതാവട്ടെ കേട്ടാ. കാണിച്ച് ഇഷ്ടായോ? അപ്പൊ അപ്പക്ക് ഉപ്പ കൊടുത്തേ. താങ്ക് യു പറ. സേ താങ്ക് യു. അത് വേണ്ട, ഇത് റോക്കറ്റ്. പുനച്ചക്ക് വേണ്ടി ഫിഷ് ഫ്രൈ, കടല. പുനച്ചക്ക് ഇത് കൂട്ടി വേണ്ടി കടല. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടി ഇങ്ങനത്തെ പരിപാടി ഉണ്ട്. രാവിലെ നമുക്ക് പൂണൊക്കെ വേണ്ടി പുനച്ചക്കും സ്കൂള് വിടണ്ടേ. അപ്പൊ രാവിലെ ഭയങ്കര തിരക്കുണ്ടാവും. രാവിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് അപ്പം. അപ്പൊ വേഗം ചെയ്യാം. സെൽഫി അങ്ങനെ എടുക്കണേ. ഇങ്ങോട്ട് വാ, പോലീസ് കൊടുത്തിട്ട് ഇപ്പൊ കാണുന്നുണ്ടോ? നോക്കട്ടെ. എന്റെ തലയില്ല, അമ്മയുടെ തല അവിടെ പോയിടാ. അപ്പൊ ഇതേ ചുന്ദരി കോതാൻ പോയി. ഇന്ന് ചോറ് എന്താ വെച്ചാ മണമായി. ചോറ് കുറച്ച് മണമായി. പിന്നെ പുതിയ ചോറ് ഉണ്ടാക്കുമ്പോൾ ലേറ്റായി. അപ്പോൾ നമുക്ക് പിള്ളേർക്ക് ഫുഡ് കൊടുക്കാം രാവിലെ. അപ്പോൾ അമ്മ പോയി, പുനിസം പോയി. പിന്നെ അപ്പോൾ നമുക്ക് പണി സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാൻ ചായ കുടിക്കാം.
കിളിക്ക് ഫുഡ് കൊടുത്തോ, മിക്കിക്ക് ഔട്ട്സൈഡ് കൊണ്ടുപോയി. പിന്നെ അവിടുത്തെ ഞാൻ ഫസ്റ്റ് ചായ കുടിക്കാൻ കുടിച്ചിട്ട് പിന്നെ പതുക്കെ പനി ചെയ്യാം. രാവിലൊക്കെ പനി, കിച്ചന് ഫുൾ ഡേ നമുക്ക്. അപ്പൊ ഇതെല്ലാം ശരിയാക്കണം അല്ലേ. രാവിലത്തെ പരിപാടി ഇങ്ങനെ ഉണ്ട്. പിന്നെ നമുക്ക് കറി വെക്കണം, ചാർക്കറി വെക്കണം, തോരൻ വെക്കണം, മീനും. അപ്പൊ വേഗം വേഗം സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ചായ കുടിക്കാം കേട്ടോ. കണ്ടോ അപ്പുക്കുട്ട, ഞാൻ അപ്പുക്കുട്ട പറയുമ്പോ അപ്പുറത്തെ പറയും കല്ലി. അപ്പൊ ഇത് ചായ റെഡിയായി, ചായ കുടിക്കാം. ശരിക്കും ഇന്നും വൈകിയായി. നമുക്ക് രാവിലെ 6:30 6:30 എണീച്ചായിരുന്നു. പക്ഷെ എന്താ പ്രശ്നം, മഴ പെയ്യുന്നുണ്ടല്ലോ. മഴ പെയ്യുമ്പോ രാവിലെ നല്ല തണുപ്പ്, എനിക്കിനേ തോന്നൂല. അപ്പൊ നമുക്ക് പണി സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ഭയങ്കര മടിയുണ്ട്. ചില ദിവസം നമുക്ക് ഭയങ്കര മടി തോന്നൂലേ. അപ്പൊ ഇന്ന് എനിക്ക് ഭയങ്കര ലെസി ഡേ ഉണ്ട്. അപ്പൊ പതുക്കെ പണിയെല്ലാം ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, ചായ മാത്രം കുടിച്ചു. എൻസിക്കുട്ടി ബ്രേക്ക്ഫാസ്റ്റ് തിന്നുന്നുണ്ട്. അവല് എൻസിക്കുട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. അപ്പം കടല. ഇന്നത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് അപ്പം കടല. അപ്പൊ വേഗം പണി ചെയ്യാം. झूठ बोले जो कावा काट खाए बिचुआ, झूठ बोले जो. അതെ നമ്മുടെ ആൻസിക്കുട്ടി ഞാൻ അകത്തൊക്കെ കിച്ചണിലെല്ലാം നന്നാക്കി. ആൻസി ഇത് പുറത്ത് എല്ലാം ക്ലീൻ ചെയ്യും. പൊടികളെയൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കും. പിന്നെ ആകത്തെ ഉള്ളിലനെയൊക്കെ ഇത് ചെയ്യും. ഉള്ളത് ആൻസി ക്ലീൻ ചെയ്യും. ഇതൊക്കെ ആൻസി ക്ലീൻ ചെയ്യും, തുടയ്ക്കും. ആൻസി ചൂല് അടിച്ചു തരും, തുടച്ചു തരും. പിന്നെ ബാക്കി പണി ഞാൻ ചെയ്യും. അങ്ങനത്തെ പരിപാടി. ഫുൾത്തെ മഴ അല്ലേ. അപ്പോൾ അടുത്ത നമുക്ക് ചായ ഉണ്ടാക്കി കുടിക്കാം. പിന്നെ എൻ്റെ ഈ ചെടി ഉണ്ടല്ലോ ഭയങ്കര ഇതാവണുണ്ട്. കുറച്ച് വെട്ടി കൊടുക്കണം. ഈ ചെടി വയലറ്റ് കളറുണ്ട്. പക്ഷേ ഈ കളറ് ഇത് പൂവായി പിന്നെ കഴിഞ്ഞ് അടുത്ത ഇങ്ങനെ വരുന്നുണ്ട്. കുറച്ച് വെട്ടി. നന്നായിട്ട് പൂ വരണുണ്ടല്ലേ. അതേ കണ്ടോ, ഇഷ്ടംപോലെ ഫ്ലവർ വരുന്നുണ്ട്. ഈ ചെടിക്ക് പേരെന്താ അറിയില്ല. പക്ഷേ പൂ വരുമ്പോൾ നല്ല രസമുണ്ട്. വയലറ്റ് കളറുണ്ട്. പിന്നെ ഇത് എൻ്റെ റോസകൾ കണ്ടു. ഇങ്ങനത്തെ പൂ വരുമ്പോൾ വീണ്ടും ഞാനൊക്കെ റോസാപ്പൂ കുറേ വെറൈറ്റീസ് മേടിക്കുന്ന തോന്നും. അടുത്ത എൻ്റെ ഇതുണ്ടല്ലോ തക്കാളി. ഇതെന്താ തക്കാളി വരും പതിസില്ലല്ലോ. പക്ഷെ വന്നു ഇതുമായി പലിത്ത പലിത്ത് ഞാൻ കാണിച്ചു കൊടുക്കാൻ വിചാരിച്ചോ. എൻ്റെ തക്കാളി പലുത്തത് കണ്ടോ. അയ്യോ പക്ഷെ ചീത്തായില്ലോ, പാവ. ഇതെന്താണ് ഇങ്ങനെ ആവുന്നു. ഇത് പോയി, പാവം. കെട്ടി കൊടുക്കുന്നു. അയ്യോശി പോയി. ഇത് കണ്ടോ, വെള്ളപ്പുറം ചെറുതായിട്ട് ഇച്ചിരി വരും. അതൊക്കെ പോവും, നശിപ്പിച്ച് പോയി. ഞാനൊക്കെ പനി കഴിഞ്ഞിട്ട് തക്കാളി ടൈം ഇടയ്ക്കിന് പോവാം. തക്കാളി വരുന്നുണ്ട് പക്ഷേ അടിയിൽ പോയി. അപ്പം പനി കഴിഞ്ഞിട്ട് വൈകുന്നേരം തക്കാളി ടൈം ഇടയ്ക്കിന് പോവും ഞാൻ. കൈ പൊള്ളിയോ. അതെ ആൻസിക്കുട്ടി വീട് തുടയ്ക്കണം. ആൻസിക്കുട്ടിക്ക് ഡ്യൂട്ടി വീട് ചൂലടിക്കണം, തുടയ്ക്കണം. ചൂട് അപ്പം ഉണ്ടാക്കുമ്പോ കൈയും പൊള്ളിപ്പോയി. അത് കണ്ടില്ല, കുഴപ്പമില്ല. അപ്പതേ ഞാൻ അപ്പം തിന്നുന്ന
പിന്നെ കഴിച്ചില്ലെങ്കിൽ ഗ്യാസ് വരും. രാത്രി ഫുള്ള് വയറുവേദന. അറിയില്ല എന്താ കഴിച്ചോ. ഇപ്പോൾ തക്കാളി മേടിച്ചിട്ട് തൈ മേടിച്ചിട്ട് വന്നിട്ട് ഞാനും തക്കാളിക്ക് ബിസിനസ് ചെയ്യാം. ആരെങ്കിലും വരുന്ന മുമ്പ് എനിക്ക് ഓർഡർ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ മൈക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇത് മോളിക്കുട്ടി ഫുൾ ടൈം സൗണ്ട് ഒച്ച ഉണ്ടാക്കും. ഞാൻ കിച്ചണിൽ ഉണ്ടാകും. ഈ കിളി നമുക്ക് കാണൂലേ. അപ്പോൾ ഞാൻ കിച്ചണിൽ ഉണ്ടാകട്ടോ. കിളിക്കിട്ട് കുറേ വർത്തനം പറയും. വർത്തനം പറയുമ്പോൾ മോളിക്കുട്ടിയും കുറേ വർത്തനം പറയും. അപ്പോ അപ്പോ വിളിക്കും. അപ്പോൾ ഞാൻ മൈക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ വർക്ക് ചെയ്യുമ്പോൾ സൗണ്ട് കൂടുതൽ നിങ്ങൾക്ക് ഡിസ്റ്റർബ് ആവൂലേ. വേറെ സൗണ്ട് കുറേ കേൾക്കും. അതിന് വേണ്ടി ഞാൻ മൈക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ദേ നമുക്ക് ഞാൻ ചായ കുടിച്ച് കഴിഞ്ഞ് എൻസിനും കഴിച്ച് അപ്പുകൂട്ടം കഴിച്ച് അടുത്തത് ഉച്ചത്തൊക്കെ വേണ്ടി ബീറ്റ്റൂട്ട് തോരൻ എൻസിക്കുട്ടി കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബീറ്റ്റൂട്ട് തോരൻ ഉണ്ടാക്കുമ്പോൾ വെള്ളപ്പഴം തേങ്ങ ഇടും. പക്ഷേ എനിക്ക് ഫുൾ ടൈം തേങ്ങ ഇടുന്ന ഇഷ്ടമല്ലേ, ഉപയോഗിക്കില്ല. തേങ്ങാക്കറി ഫുൾ ടൈം പിന്നെ തേങ്ങാക്കറി ഉണ്ടാക്കുന്നുണ്ടല്ലോ വീട്ടിൽ. നമുക്ക് തേങ്ങ വീട്ടിൽ കുറേ ഇത് ചലവ കൂടുതലുണ്ട് തേങ്ങ. കാരണം നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കുമ്പം തേങ്ങ ഇടും, മാങ്ങ കറി ഉണ്ടാക്കുമ്പം തേങ്ങ ഇടും. വേറെ കുറേ കറികളുണ്ടല്ലോ, കുറേ തേങ്ങ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കും. പിന്നെ പുട്ടും കൂടുതൽ കഴിക്കും. അതിന് വേണ്ടി ഇത് തേങ്ങ കൂടുതൽ ഉപയോഗിക്കും. അങ്ങനത്തെ പരിപാടിയാണ്. അപ്പോൾ ഞാൻ ഒരു സൈഡിൽ ഇത് വെക്കാം, ബീറ്റ്റൂട്ട് വെക്കാം. പാത്രങ്ങളെല്ലാം ഉണ്ട്, ഭയങ്കര ഹൈറ്റ്. ഞാനുണ്ട് കുഞ്ഞി. എന്താ ചെയ്യാനല്ലേ. പനി 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 എന്താ പനി? ഫുഡ് ഉണ്ടാക്കാം, കഴിക്കാം, പാത്രം കഴിക്കാം, തുണി കഴിക്കാം, അല്ലേ, വീട് നന്നാക്കാം. ഇങ്ങനത്തെ പരിപാടി. പക്ഷെ നമുക്ക് എന്താ പറയുക, വീട്ടിൽ പണി കാണൂല. പക്ഷെ എന്താ പണി ഉണ്ടാവുമല്ലേ, കുറേ പണി. എൻ്റെ വീട്ടിൽ അങ്ങനെ ഉണ്ടല്ലോ. ഞാൻ കുറേ ഇതെന്താ എപ്പം വീട് നന്നാക്കണം, ക്ലീൻ ചെയ്യണം. ഫുഡ് ഉണ്ടാക്കുമ്പം എന്തെങ്കിലും ചെയ്യും. നമുക്ക് ഇങ്ങനെ തുടച്ച് നമുക്ക് തുണിയൊക്കെ ചീത്താവും അല്ലേ. എൻ്റെ എല്ലാ തുണി ഈ രണ്ട് സൈഡ് പിന്നെ ഇങ്ങനെ അങ്ങനെ ചീത്താവും. എല്ലാം ചീത്ത. ടവല് ഒരു സൈഡിൽ വെക്കും. പക്ഷെ ഞാൻ മറന്നു പോകും ടവല് തുടങ്ങിനും വാങ്ങും. ഇങ്ങനെ തുടച്ച് ശീലമായി. ബീറ്റ്റൂട്ട് ഭയങ്കര ഇഷ്ടം കേട്ടോ. വെറുതെ ഓലത്തില് ഞാൻ നന്നായിട്ട് തിന്നും. ബീറ്റ്റൂട്ട് ചോറ് മാത്രം, ചോറും പിന്നെ ഈ ബീറ്റ്റൂട്ട് നല്ല ചൂട് സമയത്ത് ബീറ്റ്റൂട്ട് കഴിക്കണം. നല്ല രസം. ആ സമയത്ത് നമുക്ക് ഒന്നും വേണ്ട, ബീറ്റ്റൂട്ട് കഴിക്കണം. നല്ല സ്കിന്നിക്ക് വേണ്ടിയും നല്ല ഹെൽത്തിക്ക് വേണ്ടിയും നല്ല കേട്ടോ ബീറ്റ്റൂട്ട്. ക്യാരറ്റ് നമുക്ക് എന്താ പറയുക, നമുക്ക് നാട്ടിൽ പണ്ട് നമുക്ക് ഈ ബീറ്റ്റൂട്ട് കുറേ സൂപ്പ് കഴിക്കും. പിന്നെ ബീറ്റ്റൂട്ട് വേറെ തന്നെയാണ്. നമുക്ക് സലാഡ് കഴിക്കില്ലേ, സാധാ സലാഡ് അങ്ങനത്തെ കഴിക്കുമ്പോൾ നല്ലതാണ് ബീറ്റ്റൂട്ട്. എനിക്ക് ബീറ്റ്റൂട്ട് ഒക്കെ ഇഷ്ടം. വേറെ തിന്നലും ഇഷ്ടം, സലാഡും ഇഷ്ടം. പിന്നെ പ്ലസ് നമുക്ക് സൂപ്പ് കഴിക്കുമ്പോൾ അതും നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ അടുത്ത ഞാൻ എന്താ പറയാനും പോയാനോ, അടുത്ത നമുക്ക് ഈ വർഷം പെറ്റിന പോവും കഴിഞ്ഞു. ഈ വർഷവും തീർന്നോ, കുറച്ച് സമയമുണ്ടോ. നമുക്ക് ക്രിസ്മസ് വന്നോ അല്ലേ. പിന്നെ എന്താ പറയുക, നമുക്ക് എനിക്ക് ഈ ഒക്ടോബർ, നവംബർ, ഡിസംബർ നല്ല ദോഷമുണ്ടോ, പിന്നെ കുറച്ച് ദോഷവും ഉണ്ടോ. അപ്പോൾ ഈ ഡിസംബറും കുറച്ച് വിഷമമുണ്ട്, സന്തോഷമുണ്ട്. ക്രിസ്മസ് അല്ലേ, അത് സന്തോഷമുണ്ട്. പിന്നെ ഡിസംബറിലെ ഡിസംബർ 15 എൻ്റെ അമ്മ മരിച്ചാണ്, ഡിസംബർ 15. അപ്പോൾ ഈ 15 3 വർഷമാവും. അപ്പോൾ ഇങ്ങനത്തെ പരിപാടി ഉണ്ടോ. പിന്നെ ഒക്ടോബറിലുണ്ടല്ലോ, ഒക്ടോബറിൽ എൻ്റെ ബർത്ത്ഡേ ഉണ്ടോ. പിന്നെ ഒക്ടോബർ കഴിഞ്ഞിട്ട് ഒക്ടോബറിൽ എൻ്റെ ബർത്ത്ഡേ ഉണ്ടല്ലോ. എനിക്ക് ഭയങ്കര സന്തോഷം. ഒക്ടോബർ ദിവസം സ്വന്തം ബർത്ത്ഡേ. പക്ഷേ അതിൽ വിഷമമുണ്ടോ. 31 എൻ്റെ അപ്പം മരിച്ചു പോയാണല്ലോ. അപ്പോൾ ആ സെയിം ദിവസം ആ സെയിം മന്ത്
സന്തോഷമുണ്ടോ വിഷമമുണ്ടോ. പിന്നെ സെപ്റ്റംബറിൽ അമ്മക്ക് ബർത്ത്ഡേ, പിന്നെ നവംബറിൽ എന്താ പറയുക, നവംബറിൽ ആനിവേഴ്സറി, പിന്നെ ആൻസിക്ക് ബർത്ത്ഡേ, പിന്നെ ഡിസംബറിൽ നമുക്ക് ക്രിസ്മസ്, പിന്നെ ഡിസംബർ 15 ഞാൻ പറഞ്ഞല്ലോ അമ്മ മരിച്ചു പോയി, ആനിവേഴ്സറി ഡേറ്റ് ആനിവേഴ്സറി ഉണ്ട്. അങ്ങനെയൊക്കെ 3-4 മാസം ഞാനൊക്കെ ഭയങ്കര ഇതുണ്ട്, സന്തോഷം, ഹാപ്പി മന്തും ഉണ്ട്. അമ്മക്ക് ഡേറ്റ് ആനിവേഴ്സറി അല്ലേ. അപ്പോൾ ഈ 4 മാസം ഞാനൊക്കെ ഭയങ്കര സന്തോഷമുണ്ടോ, പിന്നെ ഇത് വിഷമമുണ്ടോ. 4 മാസം ഞാനൊക്കെ ആ സമയത്ത് എനിക്ക് ബർത്ത്ഡേ ആനിവേഴ്സറിയൊക്കെ വയ്യ, എനിക്ക് സന്തോഷം വരും, പക്ഷേ കുറച്ച് ഇതും വരും, ദുഃഖിക്കും ഞാൻ, കുറച്ച് വിഷമം വരും. അങ്ങനെ എല്ലാം ഓർമ്മ വരും അല്ലേ, സ്വന്തം അമ്മ അച്ഛൻ അമ്മ അങ്ങനെ എല്ലാം വരുമ്പോൾ. ആ സമയത്ത് ഞാൻ കുറച്ച് തളർന്നു പോവും, ഇങ്ങനെ ആയി പോവും, തളർന്നു പോവും. അങ്ങനെ തോന്നുന്നു എന്താ ചെയ്യുന്നു അല്ലേ, അങ്ങനെ ഉണ്ടോ. അപ്പോൾ ആ വരുമ്പോൾ കുറച്ച് വിഷമം വരും, അങ്ങനത്തെ പച്ചക്കുറപ്പില്ലേ. അപ്പോൾ ഈ 15 അമ്മക്ക് ഡേറ്റ് ആനിവേഴ്സറി ഉണ്ടോ, ആ സമയത്ത് ഇല്ല, കുറച്ച് അതെന്താ പറയാനും ഇഷ്ടമില്ല. കരപ്പിക്കില്ലേ, മാസം ഡിസംബർ സ്റ്റാർട്ട് ആകുമ്പോൾ വരൂല്ലേ, അങ്ങനത്തെ ും അങ്ങനെ. നമുക്ക് ഡേറ്റ് ആനിവേഴ്സറി 1 ഇയർ 40 days കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ചെയ്യില്ലേ, ഡേറ്റ് ആനിവേഴ്സറി വലുതാ ചെയ്യും. പിന്നെ 1 ഇയർ കഴിഞ്ഞിട്ട് എല്ലാവർക്കും വിളിച്ചിട്ട് ഫുഡ് ഉണ്ടാക്കി അങ്ങനെ പ്രെയറൊക്കെ ചെയ്ത് കൊടുക്കും. നമുക്ക് ചെയ്യാം, ബെനുവിന് നമുക്ക് ചെയ്യാം, കാരണം എൻ്റെ അപ്പ അമ്മ വലുതല്ലേ, വലുതുണ്ടോ. അപ്പോൾ നമുക്ക് ഇത് എല്ലാ ആൾക്കാർക്കും വിളിച്ചിട്ട് ഫുഡ് കൊടുക്കാം, അങ്ങനെ ചെയ്യാം. പക്ഷേ എനിക്ക് സ്വന്തം ആഗ്രഹമുണ്ട്, ചെയ്യുന്നു. ഞാൻ അച്ഛനമ്മ അപ്പോൾ മരിക്കുമ്പോൾ കണ്ടില്ലല്ലോ, അപ്പോൾ എനിക്ക് ഒരു പ്രാവശ്യം പോയി അവിടെ പ്രാർത്ഥിക്കണം, എല്ലാവർക്കും പോയി ഫുഡ് കൊടുക്കണം, അങ്ങനെ ആഗ്രഹങ്ങളും ഉണ്ടോ. അത് ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല, പിന്നെ പോയി ചെയ്യാം. ഒരു പിടിച്ച ആരില്ല, അമ്മ മരിച്ചിട്ടില്ല, അമ്മ ഇപ്പോൾ മുണ്ടോ മാതിരി തോന്നുന്നു. മരിച്ചിട്ടില്ല, ഇപ്പോൾ മുണ്ടോ മാതിരി ഒന്നും ചെയ്യാൻ പറ്റില്ല. അത്രേ ഉണ്ടോ, നമുക്ക് നല്ല നല്ല മെമ്മറീസ് നമുക്ക് ഇത് വയ്ക്കാം, സേവ് ചെയ്ത് വയ്ക്കാം, അങ്ങനെ ഉണ്ടോ. അപ്പോൾ അതേ ബീറ്റ്റൂട്ട് ഉണ്ടാക്കുന്നുണ്ടോ, വേറെ എന്താ തോരനുണ്ടാക്കുന്നു, തോരനില്ലോ ചാറുകറി ഉണ്ടാക്കുന്നു. ഞാൻ അമ്മച്ചിക്ക് അവിടെ എലുക്കുത്തിക്ക് പോയി വിളിച്ചിട്ട് വന്നിട്ട് പെരുപ്പ് കറി ഉണ്ടാക്കാമല്ലോ വെച്ചാൽ, അമ്മ നല്ല സൂപ്പർ പെരുപ്പ് കറി ഉണ്ടാക്കും. അമ്മച്ചി വന്നിട്ടുണ്ടോ, എനിക്ക് പെരുപ്പ് കറി ഉണ്ടാക്കി തരും. ഞാൻ ബീറ്റ്റൂട്ട് ഒലത്തി കഴിഞ്ഞു, അപ്പൊ നമുക്ക് പെരുപ്പ് ഉണ്ടാക്കാം അല്ലേ. അമ്മ ഉണ്ടാക്കുമ്പോ നല്ല രുചി. ഒരാൾ കമന്റ് വെച്ചിട്ടുണ്ടായിരുന്നു, എന്താ അമ്മ ഉല്ലാസം വന്നല്ലോ തിരിച്ചു, അവ ചോദിച്ചിട്ടുണ്ടായിരുന്നു 2 ലക്ഷം കിട്ടിയില്ലേ, അതുകൊണ്ട് വന്നോന്ന് തോന്നുന്നു. 2 ലക്ഷം കിട്ടി, 2 ലക്ഷം തന്ന. എനിക്ക് വീട്ടില് പണിയില്ല, അത് കഴിഞ്ഞിട്ടുണ്ട്. പാൻറ് പിന്നെയും ഓക്കെ ആയി. വേറെ ഒന്നും ഇടണ്ട, ഒന്നും ഉണ്ടാക്കില്ല. എന്താ കേട്ടാണത്? ഉള്ളിയും തക്കാളി, ഉപ്പ് ഒന്നും ഇടണ്ട, പിന്നെ പരിപ്പ് മാത്രം. ഇത് നമുക്ക് സാമ്പാർ. ഇത് എന്താ പരിപ്പ്? സാമ്പാർ പരിപ്പ്. പറുപ്പല്ല, പരിപ്പ്. പറുപ്പ് എപ്പോ നോക്കിയാലും പറുപ്പ്. സാമ്പാർ പരിപ്പില് നമുക്ക് തക്കാളി പിന്നെ ഉള്ളി കുറെ ഇട്ടോ, ഉള്ളി നല്ല പിന്നെ ഒരു തക്കാളി ഇട്ട. അപ്പൊ ഇത് 2-3 വിസിൽസ് ആയി കഴിഞ്ഞാൽ പിന്നെ അമ്മ എല്ലാം മസാലപ്പൊടി പിന്നെ നമുക്ക് വീണ്ടും ഇത് മൂപ്പിക്കണ്ടേ, ഇത് വേപ്പില, പിന്നെ ഇത് കാണിച്ചു കൊടുക്കാൻ എനിക്ക് അമ്മക്ക് കറി. വാ ഇത് കണ്ടോ. അപ്പൊ ഇന്ന് ഉച്ചക്ക് നമുക്ക് എത്ര ചോറുണ്ടോ, പരിപ്പ് നല്ല രുചി പരിപ്പ് കൊണ്ടുക്കോ. അടുത്ത നെക്സ്റ്റ് ഞാൻ ഇങ്ങനത്തെ ചെയ്യാം. ശരിക്കും ഇങ്ങനത്തെ ഉണ്ടാക്കുന്നത് എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പൊ ഇന്ന് നന്നായിട്ട് നോക്കി അപ്പൊ നെക്സ്റ്റ് ഞാൻ ഉണ്ടാക്കാം. അപ്പോൾ ഇത് ഞാൻ എല്ലാവർക്കും ക്യൂക്കമ്പർ കാണിച്ച് കൊടുക്കാം. നമുക്ക് ഫസ്റ്റ് ടൈം വരുന്നുണ്ട് കേട്ടോ. അതേ നോക്കിക്കോ, ബാപ്രേ, വാവ്, ഓ എന്താ രസമുണ്ടോ. വാവ്, കുറേ ഇതും വരുന്നുണ്ട് കേട്ടോ, കുഞ്ഞി അടിപൊളി.
നല്ല രസം. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ പച്ചക്കറി വരുമ്പോൾ. ആൻറ്റി ക്യൂക്കമ്പർ വന്നിട്ടുണ്ടല്ലോ. എൻ്റെ അമ്മേ കാണിച്ചു തരാട്ടാ അപ്പേ ക്യൂക്കമ്പർ. ആ അത്ര ആയിട്ടുണ്ട്. ഞാൻ അവിടെ പോയി കണ്ടിട്ട് വന്നു. അപ്പോൾ ഇത് പനിയൊക്കെ കഴിഞ്ഞോ. ഞാൻ കുളിച്ചിട്ട് വരാം. കുളിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് പുറത്ത് പോകണം. അപ്പോൾ വേഗം കുളിച്ചിട്ട് വരാം. അപ്പോൾ ഇത് കുളിച്ച് വന്നു. കുളിച്ചിട്ട് അപ്പോൾ ചോറുണ്ടോ. ചോറിലത് ബീറ്റ്റൂട്ട് മീൻ കറി. ഇത് ഇന്നലേക്ക് മീൻ കറി. പിന്നെ അമ്മ ഉണ്ടാക്കി പരിപ്പ് കറി. ചോറ് കഴിക്കണ്ട വിചാരിക്കും, പക്ഷേ കഴിക്കുന്നു തോന്നും. പക്ഷെ ചോറ് സ്റ്റോപ്പ് ചെയ്യുന്നു. പണ്ട് ഞാൻ ചോറ് കഴിക്കുന്നുണ്ടായിരുന്നില്ല. ചപ്പാത്തി കഴിക്കുന്നുണ്ടായിരുന്നോ. ഇപ്പോൾ പക്ഷെ കുറേ നാളായി ചോറ് കുറേ ഉണ്ടെന്നുണ്ട്. ഭയങ്കര വണ്ണം വെക്കുന്നുണ്ട്. ഡ്രസ്സൊക്കെ ടൈറ്റ് ആവുന്നുണ്ടോ. അപ്പോൾ അത് ഞാൻ റെഡി ആയിട്ട് എവിടെ പോണേ. ഞാനൊക്കെ തക്കാളി പച്ചക്കറി ഇത് ഉണ്ടല്ലോ തൈ മേടിച്ചിട്ട് വരാം. പിന്നെ അടുത്തത് ഞാൻ പുന്നസ് കുട്ടിക്ക് ഇത് കണ്ടോ അതിന് മെഡല് കിട്ടി. അപ്പോൾ അവൾക്ക് സ്പോർട്സ് ഡേ ഉണ്ടായിരുന്നു. അപ്പോൾ റണ്ണിങ്ങില് പിന്നെ ബോൾ പാസിംഗില് അങ്ങനെ കിട്ടി. 2 മെഡൽ കിട്ടി. അവൾ ഫസ്റ്റായി. അപ്പോൾ അവൻ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് പുനീസൊക്കെ ഭയങ്കര പനി ഉണ്ടായിരുന്നല്ലോ. അപ്പം ഞാൻ സ്പോർട്സ് ഉണ്ടല്ലോ പിള്ളേർക്കിട്ട് കളിച്ചിട്ട് വിചാരിച്ച അങ്ങനെ സ്കൂളിൽ വിട്ട് വെച്ചാൽ അവള് ജയിച്ച് വന്നു. പാവം നല്ല സന്തോഷമായി. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് വരാട്ടോ. അപ്പോൾ ഞാൻ വീട്ടിലെത്തിയിട്ടോ. ഞാൻ അവിടെ പോയപ്പോൾ നമുക്ക് ബഗൻവില്ലൊക്കെ വേണ്ടി ഇതിന് വലമ്പ് മേടിച്ചു. ബഗൻവില്ലൊക്കെ ഇടണ്ടേ. ഇത് പൂക്കൾ കുറവുണ്ടോ. പിന്നെ ഇത് കൈ മേടിച്ചോ. പിന്നെ ഇത് ചീര, ചൈനീസ് ചീര. അപ്പോൾ ഞാൻ മഴ പെയ്യും. ഇപ്പം മഴ പെയ്യും. അപ്പോൾ മഴ പെയ്യുന്നതിന് മുമ്പ് ഞാൻ പെട്ടെന്ന് തുണി കഴിക്കാം. മെയിൻ പരിപാടി തുണി വാഷിങ്. കൂട 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 തുണി കൈക്ക് കഴിഞ്ഞു. മേലെ പോയി നടാൻ വരെ ഇട്ടാം. ഭയങ്കര മഴ പെയ്യും ഇപ്പം തന്നെ. എനിക്ക് എൻ്റെ പച്ചക്കറി നടണം സമയം കിട്ടുമോ. അപ്പോൾ അതേ പുനസ് സ്കൂളിൽ പോയി വന്നോ. പുനസ്ക്ക് ചായ കൊടുത്തിട്ടുണ്ടോ. അപ്പോൾ പിന്നെ ഞാൻ മേലെ വന്നിട്ടുണ്ടോ. എൻ്റെ ആ തക്കാളി മുളകൊക്കെ തൈ മരിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ വേഗം നട്ടാലോ വിചാരിച്ചു. ഇത് തക്കാളി പിന്നെ ചീര തൈ ഉണ്ടോ. ഇത് ചൈനീസ് ചീര പറഞ്ഞിട്ട് ഞാൻ കണ്ടപ്പോൾ മുണ്ണം മേടിച്ചിട്ട് വന്നു. അപ്പോൾ ഞാൻ ഇത് വേഗം നട്ട് വേഗം നടാം. ഇല്ലെങ്കിൽ ഇപ്പം മഴ പെയ്യും. അപ്പോൾ എൻ്റെ താരെ ഇത് ഇട്ടായിരുന്നുള്ളൂ. വലം ഇടാനൊക്കെ വേണ്ടി അവിടെ താഴെ പോയി. പിന്നെ അപ്പം കൂടെ കണ്ടാൽ പിന്നെ ദേഷ്യം ചെയ്യും, പറയൂല. ഓ മഴ പെയ്യും. ഇപ്പം മഴ പെയ്യും കേട്ടോ. അപ്പോൾ നട്ട് കഴിഞ്ഞോ. ഞാൻ ഈ ചൈനീസ് ചീര ഒക്കെ മാറ്റി നടുന്നു. കുറച്ചുണ്ടായിരുന്നു. കുറേ ഇല്ല. പിന്നെ തക്കാളി ഇത് ഇപ്പോഴത്തെ മാറ്റി അത് നോക്കാം വരോ ഇല്ലേ നോക്കാട്ടോ. സൂപ്പർ താങ്ക് യു. ഇത് മഴ വന്നു. എനിക്ക് അവിടെ ആ ബഗൻവില്ലാലും കുറച്ച് ഇത് ഇട്ടായിരുന്നു. വലമുണ്ടല്ലോ, വലം ഇട്ടായിരുന്നു. പക്ഷെ മഴ വന്നു. കുറച്ച് മഴ ഇതാവൂലേ, കുറവാവൂല. അപ്പോൾ ഞാൻ ഇടാം. അത് നമുക്ക് അടുത്ത ചായ ഉണ്ടാക്കാം. 4 മണിയായില്ല. അപ്പോൾ ചായക്ക് വേണ്ടി നമുക്ക് വേറെ എന്താ ഉണ്ടാക്കണേ. ചായക്ക് വേണ്ടി നമുക്ക് കപ്പ ഉണ്ടാക്കാം. കപ്പ നമുക്ക് ഇത് തേങ്ങ ഇട്ടിട്ട് കപ്പ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് വേഗം ചായക്ക് വേണ്ടി കപ്പ ഉണ്ടാക്കാം. ചായ ഉണ്ടാക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് അമ്മ വരും, സിജമ്മ വരും. പിന്നെ നമുക്ക് അപ്പുക്കുട്ടൊക്കെ ഭയങ്കര ഇഷ്ടം തേങ്ങ ഇട്ടിട്ട് കപ്പ ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് കുറേ നാളായി ഞാൻ ചായക്ക് ഒന്നും തീറ്റ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഇന്ന് ഉണ്ടാക്കി കൊടുക്കാം.
ചൂട് ചൂട് കപ്പ. അതെ ഇന്ന് കപ്പ അടിപൊളിയായിട്ടോ. നല്ല കളറും പിന്നെ തേങ്ങ എല്ലാം കറക്റ്റായി. നല്ല ചൂട് ചൂട് കപ്പ. വാവ്. അപ്പോൾ 4 മണിക്ക് പണിയും കഴിഞ്ഞോ, ചായ ഉണ്ടാക്കി കഴിഞ്ഞോ. അപ്പോൾ കുറച്ച് നേരം നമുക്ക് നിൽക്കാം. അപ്പൊ ദേ നമ്മുടെ അമ്മക്കുട്ടി വന്നു അല്ലേ. രാവിലത്തെ സമയം കിട്ടില്ല, വീട്ടിൽ പിടിക്കുന്ന അല്ലേ. അമ്മക്കുട്ടി പിന്നെന്താ അപ്പൻകുട്ടിയാ? നീ എപ്പോ ഇവിടെ സോയക്കുട്ടി വിളിക്കണതാ? അവളെ നീ സോയക്കുട്ടി വിളിക്കണതാ? ഞാൻ ഇവിടെ സോയിക്കുട്ടി. അപ്പൊ അമ്മക്കുട്ടി വിളിച്ചെന്താ കുഴപ്പം? പിന്നെ അയ്യേ അപ്പുകുട്ട എത്ര കഴിച്ച പറഞ്ഞ കൊടുത്തേ? അപ്പേ 3 പ്ലേറ്റ് കഴിച്ച ഔഷധി ആയിരിക്കും. എൻസിക്ക് ഉണ്ടോ? എനക്ക് വേണ്ട, ഇച്ചിട്ടുണ്ട്. എൻസി കൊടുക്കും, എനക്ക് വേണ്ട. ഞാൻ കഴിച്ചിട്ടില്ല ഈ ചർക്ക കഴിച്ചു. അപ്പൊ അപ്പൊ എല്ലാവർക്കും ഉണ്ടോന്ന് നോക്കിയത് നീ തന്നെ തിന്നപ്പേ? നീ തന്നെ ഇന്നപ്പോ എല്ലാവർക്കും ഉണ്ടോന്ന് ചോദിച്ചോ? എവിടെ ഒരു സാധനം ഒന്നുമില്ല. അവര് സുന്ദരി കോത പഠിപ്പിക്കണം. ഇതുവരെ സർക്കിട്ട് പോയി, ഔസൈഡ് മമ്മിക്ക് വീട്ടിൽ പോയി, പിന്നെ അമ്മച്ചിക്ക് വീട്ടിൽ പോയിട്ട് എല്ലാവർക്കും ക്യാമറ അതെ ഭയങ്കര ഫോട്ടോഗ്രാഫി ക്യാമറ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഹോംവർക്ക് ചെയ്തിട്ടില്ല. വാട്ട് ആർ വവൽസ്? Vowels are A, E, I, U. O, U. Baby, no, why little? അതെന്താ മിഠായി? തീറ്റിക്ക മിഠായി. അതെന്താ മിഠായി കളി? അപ്പൊ തന്നെ നമുക്ക് ചുന്ദരി കൊത പഠിച്ച് കഴിഞ്ഞു. പിന്നെ ഞാൻ കുളിച്ചിട്ട് വരാട്ടോ. അപ്പൊ ഞാൻ കുളിച്ചിട്ട് വന്നു. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇപ്പൊ രാവിലെ വൈകിട്ട് നല്ല തണുപ്പുണ്ട്. മഴ വെയിലുണ്ടല്ലോ, അതുണ്ടാവും. പിന്നെ തരാം, പിന്നെ ഇപ്പൊ തരാം. അപ്പോൾ ഇങ്ങനത്തെ ഉണ്ടായിരുന്നു എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. എല്ലാവരും കാണുന്നുണ്ട് എൻ്റെ ഡെയിലി വ്ളോഗിൽ ഞാൻ എന്തൊക്കെ ചെയ്യും. അപ്പോൾ പക്ഷേ ഇന്ന് ഞാൻ ഡേ ഇൻ മൈ ലൈഫിൽ രാവിലെ ടു വൈകിട്ട് വരെ കാണിക്കാൻ വിചാരിച്ചു. പക്ഷേ സാധാരണ എൻ്റെ ഡെയിലി വ്ളോഗ് ഉണ്ടല്ലോ, അങ്ങനത്തെ സെയിം വ്ളോഗുണ്ട്. അപ്പോൾ എത്രയുണ്ട് ഇന്നത്തേക്ക് ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ ഞാനും ഫുഡ് കഴിക്കുന്നില്ല, വിശപ്പില്ല. അപ്പോൾ എന്താപ്പാ ഉണ്ടാക്കി തരാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്. എന്താ പറയുന്നേ? ഓ